9th ക്ലാസ് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1ലെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആറ്റത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ കണ്ടെത്തലുകളും അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 1875 വില്യം ക്രൂസ് നടത്തിയ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് രണ്ട് വശത്തും ലോഹത്തകിട് അഥവാ മെറ്റൽ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്ത ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാണ് വില്യം ക്രൂസ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് താഴത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം. ഒരു ട്യൂബിനുള്ളിൽ രണ്ട് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് കാഥോഡ് നെഗറ്റീവ് ചാർജും ആനോഡ് പോസിറ്റീവ് ചാർജുമാണ്. ട്യൂബിനുള്ളിലെ എയർ ഒരു ഇൻസുലേറ്റർ അഥവാ വൈദ്യുതി കടത്തിവിടാത്ത വസ്തു ആയതുകൊണ്ട് സാധാരണ മർദ്ദത്തിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല. വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം, അതായത് പ്രഷർ നമ്മൾ വളരെയധികം കുറയ്ക്കുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ്, അതായത് ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം കാണാൻ കഴിയും. കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളാണ് ഇതിന് കാരണം. ഈ തിളക്കത്തിന് കാരണം കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ്. ഇതിനെ നമുക്ക് കാഥോഡ് രശ്മികളാണ് എന്ന് വിളിക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളാണ്. അതായത് ഈ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ കാണാം, കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യമായ വസ്തു അഥവാ പ്രകാശം കടത്തിവിടാത്തൊരു വസ്തു വെച്ചാൽ അവിടെ നിഴൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. ആ രശ്മികളുടെ നേർരേഖാ ചലനത്തിന് തടസ്സമുണ്ടായപ്പോഴാണ് എന്തുണ്ടായത്? നിഴൽ ഫോം ചെയ്തത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും എന്താണ്? കാഥോഡ് രശ്മികൾ അല്ലെങ്കിൽ കാഥോഡ് റേ നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയാം. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് നമ്മൾ തടസ്സം സൃഷ്ടിച്ചപ്പോഴാണ് അവിടെ നിഴൽ രൂപപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത്, കാഥോഡ് രശ്മികളുടെ പാതയിൽ നമ്മൾ നേർത്ത ഇതളുകളുള്ള ഒരു വീൽ വെച്ചപ്പോൾ വീൽ കറങ്ങുന്നതായി കാണാം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീല് കറങ്ങാൻ കാരണം കാഥോഡ് റേക്ക് മാസ് ഉണ്ട് എന്നാണ്. അതായത് കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് കാഥോഡ് രശ്മികളുടെ പാതയിൽ രണ്ട് ഭാഗത്തുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് അഥവാ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ഈ കാഥോഡ് റേ ആകർഷിക്കുന്നതായിട്ട് കാണാം. അതായത് കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് പോസിറ്റീവിലേക്ക് ആകർഷിക്കുന്നത്, അല്ലേ? നെഗറ്റീവും പോസിറ്റീവും ആണ് ആകർഷിക്കുക. വികർഷിക്കുക ആരൊക്കെയാണ്? പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ വികർഷിക്കുക. ഒരേ ചാർജ് വികർഷിക്കപ്പെടുകയും ഓപ്പോസിറ്റ് ചാർജ് ആകർഷിക്കുകയും ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് റേ പോസിറ്റീവിലേക്കാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ട് കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് കാന്തിക മണ്ഡലം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് കാണാൻ കഴിയും. കാഥോഡ് റേ അല്ലെങ്കിൽ കാഥോഡ് രശ്മിയുടെ സ്വഭാവ സവിശേഷതകൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. കാഥോഡ് റേക്ക് മാസ് ഉണ്ട്. ചാർജ് നെഗറ്റീവാണ്. കാന്തിക മണ്ഡലത്തിലും വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അടുത്തത്, ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് നമ്മൾ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ലോഹത്തെയോ അതിൻ്റെ ഉള്ളിലെ എയർ അല്ലാതെ മറ്റു വാതകങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ അതിൽ നിന്നും ഈ രശ്മികളുടെ സ്വഭാവത്തിലൊന്നും വ്യത്യാസം കാണുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കാഥോഡ് രശ്മികളുടെ കണികൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഈ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഈ കോമൺ ആയിട്ടുള്ള ഈ കണികയെ നമുക്ക് ഇലക്ട്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം, അതായത് EMI റേഷ്യോ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. അതായത് ഇലക്ട്രോണുകളുടെ EMI റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസും
അതിൻ്റെ ചാർജും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പിന്നെ അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. എന്തിനെക്കുറിച്ച്? കാഥോഡ് രശ്മികളെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ. ആറ്റത്തേക്കാൾ ചെറിയ കണികൾ ഉണ്ടെന്ന് പിന്നെ ശാസ്ത്രലോകം ഉറപ്പിച്ചു. 1906 ഭൗതിക ശാസ്ത്രത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടുന്നത്. ജെ തോംസൺ കണ്ടെത്തിയ EMI റേഷ്യോ എന്ന് പറയുന്നത് 1.76 × 10⁻⁻11 കുളം പെർ കിലോഗ്രാം ആണ്. ചാർജിൻ്റെ യൂണിറ്റാണ് കുളം, അതായത് സി എന്ന് പറയുന്നത്. ആ ബോക്സിൽ, സൈഡിലുള്ള ബോക്സിൽ നമുക്ക് കാണാം ഇതിൻ്റെ അളവുകൾ. ജെ തോംസൺ ഇതിൻ്റെ ചാർജ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറെ ശാസ്ത്രജ്ഞർ റോബർട്ട് മില്ലിക്കൺ ആണ് അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത്. അതായത് 1.6 × 10⁻⁻19 കുളം. എന്താണ്? 1.6 × 10⁻⁻19 കുളം. പിന്നെ ഈ EMI റേഷ്യോയിൽ നിന്നും പിന്നെ ചാർജിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താം? ഇതിൻ്റെ മാസ്. ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്നും കണക്കാക്കപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ പ്രോട്ടോൺ കണ്ടുപിടിച്ച പരീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. 1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ പരീക്ഷണം നടത്തിയത്. സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ കനാൽ റേ കണ്ടെത്തിയത്. നമുക്കറിയാം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ സുഷിരങ്ങളുള്ള ആനോഡാണ് ഉപയോഗിച്ചത്. ഇവിടെ സുഷിരങ്ങളുള്ള കാഥോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കനാൽ റേ പോസിറ്റീവ് ഭാഗത്തുള്ള ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. അതായത് പോസിറ്റീവ് ഭാഗമായ ആനോഡിൽ നിന്നാണ് ഈ റേ പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ആനോഡ് രശ്മികൾ എന്നാണ്. ഗോൾഡ്സ്റ്റീൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. പിന്നെ അദ്ദേഹം കണ്ടെത്തിയത് നോക്കൂ. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾക്ക് പ്രത്യേക സ്വഭാവം കണ്ടു. ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ടാണ് കണ്ടത്. പക്ഷെ പിന്നീട് കാലത്ത് ഇതൊരു സബ് അറ്റോമിക കണമാണെന്നും അതിൻ്റെ പേര് പ്രോട്ടോൺ ആണെന്നും കൊടുത്തത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് പാർട്ട് 3-ൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർന്നും കുറേ ചാപ്റ്റേഴ്സ് ചെയ്യാം.